ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ സഖ്യം കടന്നു പോകുന്നത്. ഡൽഹിയിൽ ചേരാനിരിക്കുന്ന നിർണായക യോഗത്തിന് മുന്നോടിയായി ഉയർന്നു കേൾക്കുന്ന വാർത്തകൾ രാഷ്ട്രീയ കേരളത്തെയും ഇന്ത്യയെയും ഒരുപോലെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പ്രതിപക്ഷ ഐക്യത്തിന്റെ മതിൽക്കെട്ടുകളിൽ വിള്ളലുകൾ വീണിരിക്കുന്നുവോ? DMKയും CPMും തൃണമൂലും ഉൾപ്പെടെയുള്ള കരുത്തരായ സഖ്യകക്ഷികൾ പരസ്യമായ വിയോജിപ്പിലേക്ക് നീങ്ങുമ്പോൾ സഖ്യം പൊളിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നിഴലിക്കുന്ന അസാധാരണമായ ആത്മവിശ്വാസം ഒരു വലിയ രാഷ്ട്രീയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സഖ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത്? സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ കേവലം അഭിപ്രായ ഭിന്നതകളല്ല, മറിച്ച് ആഴത്തിലുള്ള വിശ്വാസ്യതയുടെ പ്രശ്നങ്ങളാണ്. DMKയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത്. തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ താരോദയമായ വിജയുടെ തമിഴക വെട്രിക്കഴകത്തോടുള്ള കോൺഗ്രസിന്റെ അപ്രതീക്ഷിത മമത DMK നേതൃത്വത്തെ നന്നായി ചൊടിപ്പിച്ചു. സഖ്യം ധർമ്മം പാലിച്ചില്ല എന്ന പരാതി ഉയർത്തി യോഗം ബഹിഷ്കരിക്കാൻ DMK തീരുമാനിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർച്ചയുടെ വക്കിലാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത്. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ CPMനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. BJPയുമായി അവിശുദ്ധ സഖ്യമുണ്ടെന്ന ആരോപണം ദേശീയ തലത്തിൽ സഖ്യത്തിനുള്ളിലെ വിശ്വാസത്തെ ബാധിച്ചിരിക്കുകയാണ്. CPM കേന്ദ്ര നേതൃത്വം മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് നൽകിയ കത്ത് വെറുമൊരു പരാതിയല്ല, മറിച്ച് സഖ്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള അവരുടെ വലിയ സംശയത്തിൻ്റെ പ്രതിഫലനമാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് ശേഷം മമതാ ബാനർജിയും സംഘവും സഖ്യത്തോട് കൂടുതൽ അകലം പാലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പഠന പിണക്കങ്ങളും BJPയുടെ കടന്നുകയറ്റവും മൂലം തൃണമൂൽ ഇപ്പോൾ തന്നെ വലിയ പ്രതിരോധത്തിലുമാണ്. സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും സ്വന്തം നിലയ്ക്ക് സർവ്വസന്നാഹങ്ങളോടെ പൊരുതാനാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ തീരുമാനം. അപ്പോഴും സഖ്യം ചിതറുമെന്ന വാർത്തകൾക്കിടയിലും രാഹുൽ ഗാന്ധിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഒരു പുതിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് വേണം കരുതാൻ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ള ഒരു ദീർഘകാല പദ്ധതിയാണ് അദ്ദേഹം രൂപീകരിക്കുന്നത്. കോൺഗ്രസ് ഫസ്റ്റ് എന്ന പുതിയ മന്ത്രമാണോ ഇത്? സഖ്യകക്ഷികളുടെ ബ്ലാക്ക് മെയിലിങ്ങിനും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇടം അടിയറവ് വയ്ക്കാൻ ഇനി രാഹുൽ ഗാന്ധി തയ്യാറല്ല. പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യത്തിൽ BJPയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും മറിച്ച് സ്വന്തം കരുത്തിൽ പാർട്ടി അടിത്തറ കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം തിരിച്ചറിയുകയാണ്. 2029 കോൺഗ്രസിനെ ഒരു വലിയ ശക്തിയായി മാറ്റിയെടുക്കുക എന്നതാണ് രാഹുലിൻ്റെ ലക്ഷ്യം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം ജാതി സെൻസസ്, സാമ്പത്തിക അസമത്വം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ രാഹുൽ ഊന്നൽ നൽകുന്നത് വെറുതെയല്ല. പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും അണിനിരത്തി BJPയുടെ ഹിന്ദുത്വ വോട്ട് ബാങ്കിന് വലിയ വിള്ളലുണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ സാമൂഹിക നരേറ്റീവ് അദ്ദേഹം രൂപീകരിച്ചു വരുന്നു. പ്രാദേശിക പാർട്ടികൾ പലപ്പോഴും BJPയുമായി രഹസ്യ ധാരണകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ BJPക്കെതിരെ സന്ധിയില്ലാത്ത സമരം നയിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ രാഹുലിന് കഴിയുന്നുമുണ്ട്. ഇത് ഭാവിയിൽ കോൺഗ്രസിനെ പ്രതിപക്ഷത്തിൻ്റെ അനിഷേധ്യമായ മുഖമാക്കി മാറ്റും. ഇന്ത്യ സഖ്യം പൊളിയുകയല്ല, മറിച്ച് പുനർനിർമ്മിക്കപ്പെടുകയാണ്. പ്രാദേശിക പാർട്ടികളുടെ താല്പര്യങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യങ്ങളും കൂട്ടിമുട്ടുമ്പോൾ ചില വിള്ളലുകൾ സ്വാഭാവികമാണ്. എന്നാൽ ഈ വിള്ളലുകൾ കോൺഗ്രസിനെ തകർക്കുകയല്ല, മറിച്ച് കൂടുതൽ കരുത്താർജിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് തളർന്നാൽ മാത്രമേ പ്രതിപക്ഷം തളരൂ. സഖ്യകക്ഷികൾ ഒപ്പമുണ്ടെങ്കിലും ഇല്ലെങ്കിലും 2029 BJPയെ വിറപ്പിക്കാൻ പോകുന്ന ഒരു ബദൽ ശക്തിയായി കോൺഗ്രസ് വളർന്നു കഴിഞ്ഞു എന്ന് രാഹുൽ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള രാഹുലിൻ്റെ ഈ തന്ത്രപരമായ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. ചുരുക്കത്തിൽ സഖ്യം പൊളിയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ തളർച്ചയല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു പുതിയ പടപ്പുറപ്പാടാണ്.